പറഞ്ഞോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചാലഞ്ചാണ്, ബിസ്ക്കറ്റ് ചാലഞ്ചാണ്. ജയിക്കണവർക്ക് ഇവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് അതാണ്. ജയിക്കുന്നവർക്ക് ഒരു കോൺ ഐസ്ക്രീം, തോക്കുന്നവർക്ക് സ്റ്റോ ഇല്ല തോക്കണവർക്ക് സ്ട്രോബെറിയോ. തോക്കണവർക്ക് സ്ട്രോബെറിയും ജയിക്കുന്നവർക്ക് ഒരു കോൺ ഐസ്ക്രീമും ആണ്. ഇതുണ്ട്, അതവർ ജാമ്പൊക്കെ അവിടെയാണ്. അപ്പം നമുക്ക് ചാലഞ്ച് ചെയ്യാൻ കഴിയും. കോൺ ഐസ്ക്രീം ഫ്രിഡ്ജിലാണ്, അപ്പം നമുക്ക് ചാലഞ്ച് ചെയ്യാം. എന്നാ പിടിച്ചോ. ആയില്ല ആരെ ഫോണ് പിടിക്കുക, ക്യാമറ ആരെ പിടിക്കുക, ക്യാമറ ഫോൺ. എനിക്ക് നല്ല പിടിച്ചോ. ഇങ്ങോട്ട് നല്ല ചമ. നമുക്ക് എന്തായാലും ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം. നോക്ക് ബാഗ് എടുത്ത് വെച്ചാ പിന്നെ പുതിയതായിട്ട് വന്നതിന് ചില പരിചയങ്ങളുണ്ട്. അവിടെ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടായിക്കാണ്. അതൊന്നും സാധ്യതയുള്ളൂ. ചുമ്മാ പറയാൻ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷെ മറ്റുള്ളവരെല്ലാം എന്റെ കുഴപ്പവും തെറ്റുമായിട്ട് ഇങ്ങനെ കാണുന്നു. ദേവി, ഈ വീട്ടിലെ വിചാരിക്കുന്നതൊന്നുമല്ല. എനിക്കറിയാം, എന്നെ ചുമ്മാ സമാധാനിപ്പിക്കാൻ പറയല്ലേ. എനിക്ക് കഷ്ടം. ദേവി വന്നേ, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഉണ്ടാക്കല്ലേ. പിന്നെ കണ്ട് കോൺ ഐസ്ക്രീം ഉണ്ട് ഉണ്ടാക്കും. നമുക്ക് തോറ്റെടുത്ത് നമ്മുടെ സ്വന്തം സ്ട്രോബെറിയും. ആരാ തോറ്റേ? ഞാൻ ഫസ്റ്റ് തന്നെ. വീഡിയോ കണ്ടാലേ അറിയാം. അല്ല, ഞാനപ്പോ പോയതാണ്. അപ്പൊ തോറ്റാക്കാൻ നമുക്ക് സ്ട്രോബെറി കൊടുക്കുന്നുണ്ട്. ചതിയാണ്. തൽക്കാലം മൂക്കിന്റെ അട കൊണ്ടുവച്ച് തിന്നാണ്. എല്ലാരും ശ്രദ്ധിക്കണം. അഭിപ്രായം പറയണം. സത്യം ഏതാണ്? കള്ളം. അയ്യ പറ്റിയ സ്കീന്റെ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം ബട്ടർ സ്കോച്ച്. ഇത് ചതിയാണ്. അല്ല കേട്ടോ, എന്താണ് അമ്മമ്മ ജയിച്ചാലും ഞാൻ ഐസ്ക്രീം കൊടുക്കും. രേവതി ജോലി ചെയ്യുകയും നിങ്ങൾ തിന്നുകയും ചെയ്യുന്നത്. ഇനി നിങ്ങൾ 3 പേരും ജോലി ചെയ്യും. മഞ്ഞപ്പ് കിട്ടില്ല. പാവല്ലേ? പാവമായതുകൊണ്ട് പക്ഷെ എനിക്ക് സ്ട്രോബെറി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇരിക്കും, ഞാൻ അവിടെ വീഡിയോ കണ്ട ആൾക്കാർ പറയട്ടെ ആരാ ജയിച്ചാറത്. എനിക്കറിയാം അമ്മ ജയിക്കാനായിട്ട്. അമ്മോനെ മാത്രമേ ക്യാമറ വെച്ചാൽ എനിക്കറിയാം. ഒരു കട്ടി കൂടി കൊണ്ടാ. എന്നിട്ട് ഡാറ്റ പറഞ്ഞിടാനാ അതുകൊണ്ടാ. അയ്യോ, എന്താ റൈറ്റിങ്. ഞങ്ങൾ ഐസ്ക്രീം നോട്ടെ.